ഡിസംബർ 21 ഇന്ന് ഇക്കൊല്ലത്തെ തീവ്ര ശൈത്യകാലം ആരംഭിച്ചു. 4 മാസങ്ങളിലായി 89 ദിവസം നീണ്ടു നിൽക്കും. ഇത്തവണത്തെ റമദാൻ പകുതിയും കഴിഞ്ഞ് മാർച്ച് 20 വരെ യുഎഇയിലെ ശീതകാലം നീണ്ടു നിൽക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചരിത്രപരമായ സ്വീകരണം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റിൽ. 43 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൻ്റെ മണ്ണിൽ കാൽകുത്തുന്നത്. 101 വയസ്സുള്ള മുൻ IFS ഓഫീസർ മംഗൾ സെയിൻ ഹാന്തയെ കുവൈറ്റിൽ വെച്ച് പ്രധാനമന്ത്രി കണ്ടു സംസാരിച്ചു. ഷേഖ് സാദ് ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിൽ മോദി പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്നലെ റാസൽ ഹൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് യാത്ര മുടങ്ങിയ സാഹചര്യത്തിൽ ഇതിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാരെ മറ്റു വിമാനങ്ങളിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഷാർജ, അബുദാബി എയർപോർട്ടുകൾ വഴിയാണ് യാത്രക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ടുപോയത്. ഹോട്ടലിൻ്റെ വാലെ പാർക്കിങ്ങിൽ കൊടുത്തിരുന്ന കാർ തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ ഡാമേജ് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരി ദുബായ് കോർട്ടിൽ പരാതി നൽകി. 85,000 ദിർഹം നഷ്ടപരിഹാരമായി നൽകാൻ കോടതി വിധിച്ചു. സ്പെഷ്യലി എക്യുപ്ഡ് കാറാണ് യാത്രക്കാരിക്കുണ്ടായിരുന്നത്.